Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic Introduction to Supply Chain Management, and it is from the elective in S7 Mechanical Engineering, Supply Chain and Logistics Management. So into the topic, what is supply chain management? What is supply chain management? A supply chain consists of all parties involved directly or indirectly in fulfilling a customer request. That is, supply chain includes the manufacturer, suppliers, transporters, warehouses, retailers and customers. സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കടയിൽ പോയി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു. ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ നേരത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, സോ നിങ്ങൾ പോയി ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. ആ റോ മെറ്റീരിയൽസ് ഒരു സപ്ലയറിൽ നിന്നുമായിരിക്കും ഈ പറഞ്ഞ മാനുഫാക്ചറർ കളക്ട് ചെയ്യുന്നത്. ആ മാനുഫാക്ചറർ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ആ മാനുഫാക്ചർ ചെയ്ത മൊബൈൽ ഫോൺ വേറൊരു റീറ്റെയിലറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവർ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അത് വെയർ ഹൗസസിൽ എത്തിക്കുന്നു, അത് വീണ്ടും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ സ്റ്റോറിലെത്തുന്നു, അതിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നു. സോ ഇത് ഇത്രയും പ്രോസസ്സാണ് ഈ പറഞ്ഞ ഒരു സപ്ലൈ ചെയിൻ എന്നുള്ളൊരു ആക്ടിവിറ്റീസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So supply chain includes all functions involved in receiving and filling a customer request. These functions include the new product development, marketing, operations, distributions, and finance and customer service. So ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ചെന്ന് വാങ്ങിക്കാൻ നേരത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു സ്റ്റഡിക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. സോ ഇതിൻ്റെ അകത്തുള്ള ഫ്ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും, വാട്ട് ആർ ദ ഫ്ലോസ് വിച്ച് ഈസ് ഇൻകോപ്പറേറ്റഡ് വിത്ത് ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ, സെക്കൻഡ് വൺ ഈസ് പ്രോഡക്റ്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫണ്ട്സ്. ഒരു കസ്റ്റമറിന് എന്താണ് ആവശ്യകത എന്നുള്ളത് ഈ പറഞ്ഞ മാനുഫാക്ചേഴ്സ് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അവരൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ അത് ഇൻഫർമേഷൻ ഫ്ലോ ആണ്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിനെ നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇതെല്ലാമാണ് നമുക്ക് പ്രോഡക്റ്റ് ഫ്ലോ എന്നുള്ളതാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്തായിരിക്കും ഈ പറഞ്ഞ സാധനം വാങ്ങിക്കുന്നത്, അത് ഫണ്ട് ഫ്ലോ എന്നുള്ള ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 types of flow which is incorporated with the supply chain management. That is, first one is information flow, and the second one is product flow, and the third one is so what is supply chain management? Again, we can tell it like supply chain management is the design and management of product flow of products, information, funds throughout the supply chain. A supply chain is the network of all entities involved in producing and delivering the finished product to the final customer. And the supply chain stages will be include the suppliers, producers, wholesale distributors, retailers and the customers. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. So the stages of supply chain can be called as a downstream flow, where the product will be flowing from the manufacturer to the wholesale dealer. After that it will be reaching the retailers and then to the customers. So it can be said like a downstream flow. And the information flow, it can be told like, it can be in a flow like an upstream flow. So these are flows which is incorporated in the supply chain management. And ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ്റെ അകത്ത്. ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്ലയേഴ്സ് ഉണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ സപ്ലയേഴ്സ് അവർ ഈ പറഞ്ഞ മാനുഫാക്ചറിന് ഈ പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ അവർ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത് പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സ്റ്റേജ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി റീച്ചിങ് ടു ദ കസ്റ്റമേഴ്സ്. സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കടയിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഡിറ്റർജൻറ്റ് വാങ്ങിക്കുകയാണ്. ആ ഡിറ്റർജൻറ്റ് വാങ്ങിക്കാൻ നേരത്തെ ഏതൊക്കെ മാനുഫാക്ചേഴ്സസ്, ഏതൊക്കെ സപ്ലയേഴ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുള്ളത് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ പറയാണ്, ഒരു ടിമ്പർ ഇൻഡസ്ട്രി, നിങ്ങൾ പോയി ഒരു ഈ പറഞ്ഞ ഡിറ്റർജൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിലൊരു ടിമ്പർ ഇൻഡസ്ട്രിയുടെ ഇത് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത് ചെയ്യാൻ പറ്റുമോ? കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ
ഒരു ഡിറ്റർജൻറ്റ് വാങ്ങിക്കാൻ നേരത്ത് ഈ ഡിറ്റർജൻറ്റ് ഒരു കവർ യൂസ് ചെയ്തായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. അതിനൊരു ബോക്സ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അതൊരു പേപ്പർ മെറ്റീരിയൽ ആണെങ്കിൽ ഈ പറഞ്ഞ പേപ്പർ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നാണ് അത് വാങ്ങിക്കുന്നത്. ഓക്കെ, ഈ പേപ്പർ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടിമ്പർ വേണം, അതായത് തടി വേണം. തടി മില്ലിൽ നിന്നും തടി കൊണ്ടുപോയി ഈ പറഞ്ഞ ടിമ്പർ ഇൻഡസ്ട്രി. സോ ഇതെല്ലാം കൂടെയാണ് ഈ പറഞ്ഞ ഒരു ഫുള്ള് സപ്ലൈ ചെയിനിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, സോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു എന്തൊക്കെ വേണം. ഒന്ന്, പേപ്പർ മാനുഫാക്ചറർ ഉണ്ടാവണം. കാര്യം എന്താണ്? ഈ പറഞ്ഞ പാക്കേജിങ്, പേപ്പർ പാക്കേജിങ് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ മാനുഫാക്ചറുടെ നിന്ന് പേപ്പർ വാങ്ങിക്കണം. പേപ്പർ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ടിമ്പർ ഇൻഡസ്ട്രിയിൽ നിന്ന് തടി ഉണ്ടാക്കി ആ മാനുഫാക്ചർ കൺവേർട്ട് ചെയ്തായിരിക്കും പേപ്പറായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക് പ്രൊഡ്യൂസർ ഉണ്ടാവണം, കെമിക്കൽ മാനുഫാക്ചറർ ഉണ്ടാവണം. സോ ഇങ്ങനെയുള്ള ഇവരുടെ ഇത്രയും ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ. സോ നിങ്ങൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പെൻഡ് ചെയ്യുന്ന മണിയിൽ നിന്നുമാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള ഇത്രയും സാധനങ്ങളും ഇത്രയും ഇൻഡസ്ട്രീസും അവിടെ നമ്മൾ റൺ ചെയ്തത്. സോ ഇതൊരു ബ്രീഫായിട്ടുള്ളൊരു ഫിഗറാണ് ഞാൻ ടിപ്പിക്കൽ സപ്ലൈ ചെയിൻ ഫോർ എ മാനുഫാക്ചറർ. എന്താണ് ഒരു മാനുഫാക്ചറിൻ്റെ ഒരു സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സപ്ലയേഴ്സിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫോണിൻ്റെ തന്നെ നമ്മൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു പി സിയുടെ തന്നെ നമ്മൾ എടുക്കാം. ഈ ഒരു പി സിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതിന് പ്രോസസ്സർ വേണം, ചിപ്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മദർ ബോർഡ് വേണം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. ഇതെല്ലാം നമ്മൾ ഓരോ സപ്ലയറുടെ നിന്ന് വാങ്ങിക്കുന്നു, അത് സ്റ്റോറേജ് ചെയ്യുന്നു, അത് യൂസ് ചെയ്തിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. ആ മാനുഫാക്ചർ ചെയ്ത സാധനത്തിനെ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, അത് റീറ്റെയിലേഴ്സ് വാങ്ങിക്കുന്നു. റീറ്റെയിലേഴ്സിൻ്റെ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത്. സോ ഇതാണ് ഈ പറഞ്ഞ ടിപ്പിക്കൽ സപ്ലൈ ചെയിനിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം. ഓക്കെ, ഇനി ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു സപ്ലയർ ഉണ്ടാവും, അവിടെ നിന്ന് അത് സ്റ്റോറേജ് ചെയ്യുന്നു, അത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് അത് സർവീസ് ചെയ്യുന്നു, അതിൽ നിന്ന് കസ്റ്റമർ സർവീസ് ചെയ്യാനായിട്ട് ഉള്ള. സോ ഇതിൻ്റെ ഡെഫിനിഷൻസ്, ഈ സപ്ലൈ ചെയിൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് ഓരോ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. തോമസ് ആൻഡ് ഗ്രിഫിൻ എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത്, മാനേജ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, ഫണ്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോസ് ബോത്ത് ഇൻ and between facilities such as vendors, manufacturing and assembly plants and distribution centers. That was the definition which is given by Thomas and Griffin. And the another definition which is given by the Stephens is the objective of managing the supply is to synchronize the requirements of the customer with the flow of materials from the suppliers in order to affect a balance between what are often seen as conflicting goals of high customer service, low inventory management and low unit cost. So these are the two definitions which is given by Thomas and Griffin and Stephens for the supply chain. So here comes the another some definitions, that is from the Institute of Supply Management. That is the design and management of a seamless value added process across the organizational boundaries to meet the real needs of the end customer. That is called the supply chain management. And the supply chain council has given the definition like the managing supply and demand, sourcing raw materials and parts, manufacturing and assembling, warehousing and inventory tracking, order entry and order management, distribution across all channels and delivery to the customer. So that is all the definitions which are given for the supply chain management. So typically saying, we can say what are the different stages of SCM, that is supply chain management. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് സ്റ്റേജസ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ raw material suppliers, second one is manufacturers, and the third one is wholesalers, that is or distributors, and the fourth one it is retailers, and the fifth one it is customers. അതിൻ്റെ സ്റ്റേജസ് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഏതൊരു കാര്യത്തിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റേജിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു എൻഡ് ലെവലായ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുന്ന വരെയുള്ള കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ പറഞ്ഞ് ഇതിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ്, മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത്? റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിൻ്റെ നിന്നായിരിക്കും നിങ്ങൾക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നത്.
ആ റോ മെറ്റീരിയൽ ആര് വാങ്ങുന്നു? മാനുഫാക്ചറർ വാങ്ങുന്നു. മാനുഫാക്ചറർ വാങ്ങി അതിനെ മാനുഫാക്ചറിങ് പല പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് അത് ഹോൾസെയിലേഴ്സിൻ്റെ ഇടയിലേക്ക് കൊടുക്കുന്നു. ആ ഹോൾസെയിലേഴ്സാണ് അതിനെ റീറ്റെയിലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ ചെന്നിട്ട് ഈ പറഞ്ഞ ഒരു എൻ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. സോ ദീസ് ആർ ദ 5 stages of management. And the SCM activities include first one, that is coordination, and the second one is information sharing, and the third one is collaboration. Okay, in coordination, SCM involves coordinating the movement of goods and services through the supply chain from suppliers to the manufacturers to distributors to final customers. That means it incorporates the flow of the product from the suppliers to the end level, that is the customer. And information sharing includes the sharing of demand and sales forecast, point of sales data, promotional campaigns, and inventory levels. നിങ്ങൾക്കറിയാം, ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്തുമാത്രം ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ച് മാത്രമേ അത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മൾ മാർക്കറ്റിൽ നിന്ന് അത് വിറ്റ് പോകത്തില്ല. വിറ്റ് പോവാതെ ആയിക്കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഡിമാൻഡ് എത്രയാണ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇൻഫോർമേഷൻ ഗ്യാതറിങ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഷെയറിങ് എന്നുള്ളൊരു ഇതിൽ വരുന്നത്, സ്റ്റേജസിൽ വരുന്നത്. ആൻഡ് കൊളാബറേഷൻ മീൻസ് SCM requires the collaboration between supply chain members so that jointly plan, operate and execute business decisions as one entity. ദാറ്റ് ഈസ് ഈ ഒരു കൊളാബറേഷൻ ഉണ്ടാവണം. ഈ പറഞ്ഞ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവിടെ കിട്ടണം. സോ ഇവിടെ റോ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ എന്താ പറ്റുന്നത്? മാനുഫാക്ചറിങ് നടക്കത്തില്ല. മാനുഫാക്ചറിങ് നടന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത്? കറക്റ്റായിട്ട് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് പറ്റത്തില്ല. സോ എന്താ പറ്റുന്നത്? അവിടെ ഫ്ലോപ്പ് ആവുകയാണ്. ആവശ്യമുള്ള സമയത്ത് ഈ സാധനം മാർക്കറ്റിൽ എത്തിക്കണം. അല്ലാതെ ടൈം ലിമിറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഈ സാധനം സെയിലായി പോകത്തില്ല. സോ കൊളാബറേഷൻ ആവശ്യമാണ്. So these are the different stages of SCM. It's a schematic diagram which shows the different I will explain it like ഒരു മാനുഫാക്ചറർ ഒരു സപ്ലയറിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിഗർ ഇങ്ങനെ വന്നേക്കുന്നത്. ഈ ഒരു മാനുഫാക്ചർ ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ടറിനെ തന്നെ ആയിരിക്കത്തില്ല ഡിസ്ട്രിബ്യൂഷൻ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫിഗറിൻ്റെ അകത്ത് ഈ ലൈൻസ് എല്ലാം ഈ ഒരു ലെവലിൽ പോയേക്കുന്നത്. So the objectives of SCM, that is supply chain management, to maximize the overall value generated. ഈ ഇതിൻ്റെ SCMൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിന് കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ ആണ് നമുക്ക് അവിടെ മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ളത്. അത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് വേണം അവിടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. സോ സപ്ലൈ ചെയിൻ സർപ്ലസ് എന്ന് പറയുന്നത് കസ്റ്റമർ വാല്യൂ മൈനസ് സപ്ലൈ ചെയിൻ കോസ്റ്റ്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ സർപ്ലസ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. സോ താങ്ക് യു ഓൾ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.